ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്ന ഒരു പുളിയിഞ്ചീൻ്റെ റെസിപ്പിയാണ്. ഓണത്തിന് നമുക്ക് പുളിയിഞ്ചി ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടി കുറച്ച് ഇഞ്ചിയെല്ലാം കഴുകി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില, പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ പുളി ആവശ്യത്തിന് ഒരു ഇത്ര വണ്ണത്തിൽ പുളി എടുത്തിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന നമുക്ക് കുറച്ച് വെല്ലം, ഒരു 2 അണി വെല്ലം ഉരുക്കിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കടുക്, ലേശം ഉലുവ, ഇതെല്ലാം വേണം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ വേഗം പാന് കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഗ്യാസ് കത്തിച്ചു ഞാൻ. എന്താ കത്താനിന്ന് മതി. അപ്പോൾ നമുക്കിത് കായുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ആദ്യം കടുക് പൊട്ടിക്കേണ്ടത്. കടുക് പൊട്ടിച്ചതിൻ്റെ ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല. അരിയൊന്ന് വറുത്തെടുക്കാനുള്ള പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കടുക് പൊട്ടുന്നുണ്ട്. നമുക്കിനി 2 കുരു ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിയാന്ന് ഇട്ട് കൊടുക്കുന്നത്, അങ്ങനെ ഇട്ട് കൊടുക്കാം. അത് പക്ഷേ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഉലുവയാണ് ഇടുന്നത്, പൊടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഉലുവ അപ്പാട് തന്നെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കണം. വറ്റൽ മുളകുണ്ടല്ലോ നമ്മളെ, അതിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കഴുകി വെച്ചതായതുകൊണ്ടാണ് പൊട്ടുന്നത്, വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട്. ശരി, നമുക്ക് നമ്മളെ ഇഞ്ചിയിൽ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ലേശമൊന്ന് വാടി വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ടില്ല, ഞാൻ ചെറുതാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ചോന്ന് വരണം ഇഞ്ചി. ഇതങ്ങനെ ചോന്ന് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ഉണ്ടാക്കുന്നു. നല്ലോണം വഴന്ന് വരട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്ക് എരിവുള്ളതാണ്. അപ്പോൾ പച്ചമുളക് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് എരിവായി പോകും. പിന്നെ മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം നോക്കി ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ എരിവിന് കണക്കായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ ഇഞ്ചിയെല്ലാം പാകത്തിനായിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി. ഒരുപാട് എരിവാക്കുന്നില്ല. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇഞ്ചിൻ്റെതുണ്ട്, എല്ലാം കൂടിയുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഇളക്കാം. അതിൻ്റെ ശേഷം പുളി ഒഴിച്ച് കൊടുക്കാം. പിഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് കുറുകി വരണം. എന്നിട്ട് കാണാം. അപ്പോൾ കുറേ വറ്റി വന്നു. അപ്പോൾ ഇനി ഞാനിതിലേക്ക് നമ്മളെ വെല്ലം അരിച്ചൊഴിച്ചതാണ് ഞാൻ.
അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നല്ലോണം ഇളക്കി എരിവും മധുരവും പുളിയും എല്ലാം കൂടി പിടിക്കട്ടെ. എന്നിട്ട് കുറുകി വന്നിട്ട് നമുക്ക് വാങ്ങാം. അടിപൊളിയായിട്ട് കുറുകി വരട്ടെ ഇത്. ഉണ്ടാ ഇതിന് കുറുകി വരണം. അപ്പോൾ നമുക്ക് വാങ്ങാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഏകദേശം ആയി വരാനായിട്ടുണ്ട്. ലേശം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച്, ഒരുപാട് ഇടുന്നില്ല, ഒരു ടേസ്റ്റിന്. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇത് ഏകദേശം വരണ്ട് വരുന്നുണ്ട്. ഇനി അധികമൊന്നും നേരെ കഴിയണ്ട. അപ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ട് വാങ്ങാം. അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കി വാങ്ങി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ് എൻ്റെ പുളിയിഞ്ചി ഇതാ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.